ചിറ്റൂർ മാഞ്ചിറ ഗവൺമെന്റ് LP സ്കൂളിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റും അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആർ രാധിക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ആയുർവേദം അല്ലേ എന്നുള്ള കാഴ്ചപ്പാടാണ് നമ്മൾ എടുക്കാറ്. കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് പ്രകാരം നമ്മൾ എന്താ പറയുക, ഇന്ന് മരുന്ന് കഴിച്ചാൽ ഇന്ന് അസുഖം വന്ന് ഇന്ന് മരുന്ന് കഴിച്ചാൽ നമുക്ക് നാളേക്ക് മാറണം. അല്ലാതെ ആരും ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോ യുനാനി എന്ന ഭാഗങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഇംഗ്ലീഷ് മരുന്നുകൾ നമുക്ക് തരുന്നത് വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. കാരണം ഞാനത് അനുഭവിച്ചൊരു വ്യക്തിയാണ്. നമ്മുടെ ഇവിടെ കാശ്മീർ ദുരന്തം ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ചെറിയ മോനെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ ഈ ഒരു സൈഡ് ഞാൻ തളർന്നിട്ട് പെട്ടെന്ന് മാറാൻ വേണ്ടിയാണ് ഞാൻ ഇംഗ്ലീഷ് മരുന്നാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇംഗ്ലീഷ് മരുന്ന് ഒരു 6 മാസക്കാലം ഞാൻ കഴിച്ചിട്ട് എൻ്റെ കാലും കൈയൊക്കെ എനിക്ക് ഒരു പൊള്ളിയൊരു ബ്ലാക്കായി, കയ്യും കാലെല്ലാം നമുക്ക് ബ്ലാക്കായിട്ട് അങ്ങനെ വികൃതമായ ഒരു സമയം എനിക്കുണ്ടായിരുന്നു. അതേ ടൈമിൽ നമ്മളൊരു ആയുർവേദത്തിലേക്ക് പോയതാണെങ്കിൽ നമ്മുടെ ശരീരം അതായിട്ട് നമ്മൾ യോജിച്ച് പോയിട്ടുണ്ടാവും. ഇംഗ്ലീഷ് മരുന്ന് എന്ന് പറയുമ്പോൾ ഹൈ ഡോസാണ്. എല്ലാവരുടെ ശരീരം അതിലേക്ക് യോജിക്കണമെന്നില്ല. എല്ലാവർക്കും നമ്മുടെ ശരീരഘടന എന്ന് പറയുന്നത് പല രീതിയിലാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൊച്ചുമക്കൾ, വളർന്നു വരുന്ന കൊച്ചുമക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. വൈസ് പ്രസിഡന്റ് വി സുനിൽ അധ്യക്ഷത വഹിച്ചു. സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ കെ ലത, എം സുധാഭായി, ഡോക്ടർ ബിന്ദു കെ വിശ്വംഭരൻ, അഭിജിത്ത്, സ്റ്റാഫ് സെക്രട്ടറി എം മോനിഷ എന്നിവർ പ്രസംഗിച്ചു. സന്ധിവാതം, പക്ഷാഘാതം, തലവേദന, പ്രമേഹം, മൈഗ്രെയിൻ, സ്ത്രീ രോഗങ്ങൾ എന്നിവയുടെ പരിശോധനയും മരുന്നു വിതരണവും നടന്നു. UTV ന്യൂസ്, പാലക്കാട്.